ഹലോ ലോയിച്ചേ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ A1 സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും A1 അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തവരാവട്ടെ അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കാനായിട്ട് നിൽക്കുന്നവരാവട്ടെ എല്ലാവരും വിചാരിക്കുന്നത് എന്തോ വലിയ ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒപ്പം കുറേ പേര് പറയുകയും കൂടെ ചെയ്യും അത് ഭയങ്കര പാടാണ്, നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പാടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ വറീഡായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ A1 സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ A1 സീരീസിൽ ബേസ് തൊട്ട് നമ്മൾ നമ്മുടെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് പോവുകയാണ്. സോ നിങ്ങൾക്ക് ഞങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസ് തരും, അസൈൻമെൻറ്റ്സ് തരും. സോ നിങ്ങൾക്ക് A1 A2 ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങളെ ആക്കി തരികയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഞാൻ പറയാം നോട്ട്സ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യും. സോ നമ്മൾ വാട്സപ്പ് ചാനൽ ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. ആൻഡ് ദെൻ നിങ്ങൾക്ക് അവിടെ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും, ഡെയിലി വരുന്ന ക്ലാസ്സസ് ഉണ്ട്. സോ നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാനായിട്ട് പറ്റും. സോ നമ്മുടെ ക്ലാസ് കേട്ട് എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കട്ടെ. ഹലോ ലോയിച്ചേ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ A1 സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ എല്ലാവർക്കും അറിയാം. സോ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് A1 A2 B1 B2 വരെയാണ് ഉള്ളത്. സോ A1 നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് എന്താ പറയുക നമ്മുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ആൽഫബറ്റ്സ് നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുകയാണ്. സോ നമ്മൾ ആൽഫബറ്റ്സ് തൊട്ടാണ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആൽഫബറ്റ്സ് സാലൻ വിച്ച് ഈസ് നമ്പേഴ്സ് ആൻഡ് ബെഗ്രൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്രീറ്റ് ചെയ്യാൻ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ആദ്യത്തെ എന്ന് പറയുന്നതാണ് ആൽഫബറ്റ്സ്. സോ ആൽഫബറ്റ്സ് നോക്കുമ്പോൾ ആൽഫബറ്റ്സിന് പറയുന്നത് ദസ് ആൽഫബറ്റ് എന്നാണ് പറയുന്നത്. സോ ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിലെ ഒരു ആർട്ടിക്കിളാണ്, അതായത് THE എന്നുള്ള ആർട്ടിക്കിളാണ് ദസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആൽഫബറ്റ്സിന് പറയുന്നത് ഡസ് ആൽഫബറ്റ് എന്നാണ്. സോ ആൽഫബറ്റ്സിൽ നമ്മുടെ ഇംഗ്ലീഷിലെ പോലെ തന്നെ A to Z വരെയുള്ള ആൽഫബറ്റ്സ് ഉണ്ട്. അതുകൂടാതെ ഒരു 4-5 ആൽഫബറ്റ്സ് കൂടാണ് ഉള്ളത്. സോ അതിൽ ആകെപ്പെടാത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൊനൗൺസിയേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് ആദ്യം പ്രൊനൗൺസിയേഷൻ നോക്കാം, ദെൻ നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് എയുടെ പ്രൊനൗൺസിയേഷൻ വരുന്നതാണ് ആ. ഓക്കെ, എയുടെ പ്രൊനൗൺസിയേഷൻ വരുന്നതാണ് ആ എന്ന്. ബിയുടെ പ്രൊനൗൺസിയേഷനാണ് ബേ. ഓക്കെ, ബി പ്രൊനൗൺസിയേഷൻ വരുന്നത് ബേ എന്നാണ്. സിയുടെ പ്രൊനൗൺസിയേഷനാണ് സേ. ഓക്കെ, സേ എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഡിയുടെ പ്രൊനൗൺസിയേഷനാണ് ഡേ. ഓക്കെ, ഡേ ആണ്. ആൻഡ് ഇക്ക് എ പ്രൊനൗൺസിയേഷനാണ് നമ്മൾ കൊടുക്കുന്നത്, അതൊന്ന് ശ്രദ്ധിക്കണം. ഇക്ക് നമ്മൾ എ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, എക്ക് നമ്മൾ ആ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, സോ എഫിന് നമ്മൾ എഫ് എന്ന് തന്നെയാണ് പ്രൊനൗൺസിയേഷൻ കൊടുക്കുന്നത്. പിന്നെ ജിക്ക് ഗേ എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ജിക്ക് ഗേ പ്രൊനൗൺസിയേഷനാണ്. എച്ചിന് ഹ എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഐക്ക് നമ്മൾ ഇ ആണ് കൊടുക്കുക. ഓക്കെ, ഇക്ക് നമ്മൾ എ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ഐക്ക് നമ്മൾ ഇ എന്നാണ് പ്രൊനൗൺസിയേഷൻ പോകുന്നത്. ആൻഡ് ദെൻ ജെക്ക് നമ്മൾ യോട്ട് എന്നാണ് പ്രൊനൗൺസിയേഷൻ പറയുന്നത്. പക്ഷേ നമ്മളൊരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു വേർഡിൽ ജെ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വൈയുടെ ഒരു പ്രൊനൗൺസിയേഷനാണ് വരിക. ഓക്കെ, സോ ജെയുടെ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോട്ട് എന്നാണ് പ്രൊനൗൺസിയേഷൻ. പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വൈ പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. ആൻഡ് ദെൻ കേക്ക് നമ്മൾ ക എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ദെൻ എല്ലിലേക്ക് വരുമ്പം എൽ എന്ന് തന്നെയാണ് പ്രൊനൗൺസിയേഷൻ വരിക. ആൻഡ് MNO സെയിം പ്രൊനൗൺസിയേഷൻ തന്നെയാണ്. സോ പിക്ക് നമ്മൾ പേ എന്നുള്ള പ്രൊനൗൺസിയേഷനാണ് കൊടുക്കുന്നത്. ക്യൂവിന് കു എന്നാണ് പ്രൊനൗൺസിയേഷൻ. ആൻഡ് ദെൻ ആറിന് എർ പ്രൊനൗൺസിയേഷനാണ്. ദെൻ എസ് തന്നെ. ടിക്ക് ടേ എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്, യു തന്നെയാണ്. വിക്ക് നമ്മൾ ഫൗ എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. സോ വി വരുന്ന വേർഡ്സിൽ നമ്മൾ എഫ് പ്രൊനൗൺസിയേഷൻ ആയിരിക്കും കൊടുക്കുക, വി പ്രൊനൗൺസിയേഷൻ അല്ല എഫ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ആൻഡ് വിയുടെ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൗ. സോ ജെയുടെ പ്രൊനൗൺസിയേഷൻ യോട്ടാണ്, വൈ പ്രൊനൗൺസിയേഷനാണ് കൊടുക്കുന്നത്. ആൻഡ് വിക്ക് ഫൗ ആണ് ആൻഡ് എഫ് പ്രൊനൗൺസിയേഷൻ ആണ് കൊടുക്കുന്നത്. ആൻഡ് ദെൻ ഡബ്ല്യുവിന് വേ എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ഡബ്ല്യു വേ ആണ്. ആൻഡ് എക്സിന് ഇക്സ് എന്നാണ് പ്രൊനൗൺസിയേഷൻ, എക്സ് ഇക്സ് ആണ്. ആൻഡ് ദെൻ വൈക്ക് ഇപ്സിലോൺ എന്നാണ് പ്രൊനൗൺസിയേഷൻ. സോ പ്രൊനൗൺസിയേഷൻ നെയിമാണ് ഇപ്സിലോൺ എന്ന് പറയുന്നത്. ഇസഡിന് സെറ്റ് എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ഇസഡിന് സെറ്റ് എന്നാണ് പ്രൊനൗൺസിയേഷൻ. സോ ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം. സോ ആ, ബേ, സേ, ഡേ, എ, എഫ്, ഗേ, ഹ, ഇ, യോട്ട്, ക, എൽ, എം, എൻ, ഒ, പേ, കു, എഫ്, എസ്, ടെ, യു, ഫൗ, വേ, ഇക്സ്, ഇപ്സിലോൺ, സെറ്റ്. സോ ഇതാണ് A to Z വരെയുള്ള ജർമ്മൻ ലെറ്റേഴ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. സോ അത് കൂടാതെ വരുന്ന ലെറ്റേഴ്സാണ് ഈ കിടക്കുന്ന 4 ഓക്കെ, അതിൽ ഈ ബീറ്റ പോയിരിക്കുന്ന എസ്സിനെ പറയുന്ന പേരാണ് ഷാർപ്പസ് എസ് എന്ന് പറയുന്ന എസ് പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. സോ ജർമ്മനിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ സ്ട്രാസേക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഷാർപ്പസ് എസ് പോലത്തെ എസ്. സോ ഇതിന് പറയുന്ന പേരാണ് ഷാർപ്പസ് എസ് എന്ന് പറയുന്നത്. സോ എസ് പ്രൊനൗൺസിയേഷൻ തന്നെയാണ് വരുന്നത്. ആൻഡ് ദെൻ നമുക്ക് വരുന്നതാണ് ഉംലൗട്ട് കേസ്. ഉംലൗട്ട് വരുന്നത് 3 ഉംലൗട്ടാണുള്ളത്, എ ഉംലൗട്ട്, ഒ ഉംലൗട്ട്, യു ഉംലൗട്ട്. ഇതും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ലെറ്റേഴ്സ് ആയിരിക്കും. സോ എ ഉംലൗട്ട്, ഒ ഉംലൗട്ട്, യു ഉംലൗട്ട്. അതുകൂടാതെ നമ്മളുടെ
രണ്ട് എസ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഡോപ്പലസ് എന്നും പറയാറുണ്ട്. ഓക്കെ, രണ്ട് എസ്സിനെ പറയാറുള്ളത് ഡോപ്പലസ് എന്നും നമ്മൾ പറയാറുണ്ട്. സോ ഇത്രയും ലെറ്റേഴ്സാണ് ജർമ്മനിൽ വരുന്നത്. ഓക്കെ, സോ ആൽഫബറ്റ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേർഡ്സും കൂടെ ചേർത്ത് പഠിക്കും. ഇപ്പം എ പറയുമ്പോൾ ആപ്പിൾ. സോ അങ്ങനെ വാക്കുകൾ കൂട്ടി പഠിച്ച് നോക്കുക. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇതേ രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുക. ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻസ് ഇനി വരാനായിട്ട് പാടില്ല. ഓക്കെ.